മിശിഹായിൽ ഏറ്റവും അധികം സ്നേഹിക്കപ്പെട്ടവരെ, ഇന്ന് ഈ വർഷത്തിൻ്റെ അവസാനത്തെ വിശുദ്ധ കുർബാനയാണ് നമ്മളിവിടെ അർപ്പിക്കുക. ഒരു കൃതജ്ഞതാബലിയായി തമ്പുരാന്റെ തിരുസന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ദൈവം തന്ന എല്ലാ നന്മകളെയും അനുഗ്രഹങ്ങളെയും ഓർത്ത് നന്ദി പറയാം. ഇത്രത്തോളം ദൈവം നമ്മളെ വഴി നടത്തി, ഇത്രത്തോളം ദൈവം നമ്മളെ കാത്തു പരിപാലിച്ചു. ആ ദൈവത്തിൻ്റെ വലിയ സ്നേഹത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ട് ഈ വിശുദ്ധ കുർബാന നമുക്ക് ഒരുമിച്ച് അർപ്പിക്കാം. നമ്മുടെ എല്ലാ കുടുംബങ്ങളുടെയും നമ്മുടെ ഭവനങ്ങളിലായിരിക്കുന്ന എല്ലാവരുടെയും നിയോഗങ്ങളെ, ഈ ലോകത്തിൻ്റെ എല്ലാ നിയോഗങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സഹോദരങ്ങളെ, ജീവപ്രദമാകുന്ന വിശുദ്ധ ബലി തിരുസഭ മുഴുവനായി അർപ്പിക്കുന്നതിന് ഞാൻ യോഗ്യനായി തീരുവാൻ നിങ്ങളെനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. വിളിവു നിറഞ്ഞോ ഈശോ നിൻ കാണുന്നു, വിളിവിയടിയ അഖിലാധാരമത നീ കതിരേശോപിപ്പിയെന്നും വെളിവിൻ തട്ടിൽ വസിക്കും പുണ്യനിധി പരിശുദ്ധ വേണ്ട സംഗതി വരണേ ഞങ്ങൾക്ക്. ആബേലിൻ കുഞ്ഞാടും നോഹിനോടെ കാഴ്ചയതും മദീനായി പാവികളെ വരുവിൻ, യാചിപ്പിൻ മോട്ടെന്നോർക്കു തുറന്നിടുമേ നാഥൻ തൻ വാതിൽ. യാചിക്കുന്നോൻ അന്വേഷിപ്പോൻ കൈക്കൊള്ളും. ആർക്കായി കാഴ്ചയിതർപ്പിച്ചിടുന്നു ആയവരെ ഈ ദേവാലയ നിർമ്മിതിയിൽ പങ്കാളികളായോ ഏവരെയും ഓർത്തിടുന്നു. ബലിയിതു
കൃതമാകണമേ. കർത്താവേ, നിൻ രക്തശരീരങ്ങൾ കൈക്കൊണ്ട് ഭക്തരതായി മരിച്ചോർ കരുളണമേ. നല്ലോർമ്മ നിന്റെ മഹത്വമുദീക്കും നാൾ നിൽക്കണമവർ വലഭാഗത്തിൽ. കർത്താവേ, നിന്നെ പ്രസവിച്ച മറിയാമും നിനക്ക് മാമോദീസ നൽകിയ യോഹന്നാനും ഞങ്ങൾക്ക് വേണ്ടി നിന്നോടപേക്ഷിക്കും. ഞങ്ങളെല്ലാവരോടും നീ കരുണ ചെയ്യണമേ. സ്വഭാവപ്രകാരമുള്ളതിനും തന്റെ കൃപയാൽ മനുഷ്യവർഗങ്ങളുടെയും ജീവനെയും രക്ഷിക്കാൻ വേണ്ടി വിശുദ്ധിയും മഹത്വവും വെടിപ്പുമുള്ള ദൈവമാതാവായ കന്യകമറിയാമിന്ന് ഭേദമുടാതെ മനുഷ്യനായി തീരുകയും ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ തറയ്ക്കപ്പെടുകയും ചെയ്തവനായി സ്വർഗീയ പിതാവിന്റെ ഏകപുത്രനും വചനവും രാജാവുമായ എന്റെ കർത്താവേ, നിന്നെ ഞാൻ പുകഴ്ത്തും. തന്റെ മരണത്താൽ ഞങ്ങളുടെ മരണത്തെ ഇല്ലാതാക്കിയവനും പരിശുദ്ധ തൃത്വത്തിലുള്ളവനും പിതാവിനോടും ജീവനുള്ള പരിശുദ്ധാത്മാവിനോടും കൂടെ ഒന്നുപോലെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനുമായ ഞങ്ങളുടെ മിശിഹാ തമ്പുരാനേ, ഞങ്ങളെല്ലാവരോടും കരുണ ചെയ്യണമേ. ആദിശാത് ആലോഹോ ഹൈസോനോ കാദിശാത് യോമോയുസോ ദസ്തലബത് ഹലോഫാൻ എസ്രാമേലാ കാദിശാത് ആലോഹോ ആദിശാത് ആലോഹോ
അവന്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ മേൽ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. സഹോദരരെ, നിങ്ങൾ നന്മയാൽ പൂരിതരും എല്ലാവരെയും തികഞ്ഞവരും പരസ്പരം ഉപദേശിക്കാൻ കഴിവുള്ളവരുമാണെന്ന കാര്യത്തിൽ എനിക്ക് ഒരു സംശയവുമില്ല. ദൈവം എനിക്ക് നൽകിയ കൃപയാൽ ധൈര്യത്തോടെ ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് ഞാൻ എഴുതിയത്. ദൈവത്തിൻ്റെ കൃപ എന്നെ വിജാതിയർക്ക് വേണ്ടി യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷകനായിരിക്കുകയാണല്ലോ. വിജാതിയരാകുന്ന വലിയ വസ്തു സ്വീകാര്യവും പരിശുദ്ധാത്മാവിനാൽ പവിത്രീകൃതവുമാകാൻ വേണ്ടി ഞാൻ ദൈവത്തിൻ്റെ സുവിശേഷത്തിന് പുരോഹിത ശുശ്രൂഷ ചെയ്യുന്നു. അതുകൊണ്ട് ദൈവത്തിന് വേണ്ടിയുള്ള ജോലിയെക്കുറിച്ച് എനിക്ക് യേശുക്രിസ്തുവിൽ അഭിമാനിക്കാൻ കഴിയും. വിജാതിയരുടെ അനുസരണം നേടിയെടുക്കേണ്ടതിന് വാക്കാലും പ്രവൃത്തിയാലും അടയാളങ്ങളുടെയും അത്ഭുതങ്ങളുടെയും ബലത്താലും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലും ഞാൻ വഴി ക്രിസ്തു പ്രവർത്തിച്ചവയൊഴികെ ഒന്നിനെക്കുറിച്ച് സംസാരിക്കാൻ ഞാൻ തുനിയുകയില്ല. തന്നിമിത്തം ഞാൻ ജെറുസലേം തുടങ്ങി ഇല്ലിറിക്കോൺ വരെ ചുറ്റി സഞ്ചരിച്ച് ക്രിസ്തുവിൻ്റെ സുവിശേഷം പൂർത്തിയാക്കി. അങ്ങനെ മറ്റൊരുവൻ സ്ഥാപിച്ച അടിസ്ഥാനത്തിന്മേൽ പണിയാതെ ക്രിസ്തുവിനെ അറിയാത്ത സ്ഥലങ്ങളിൽ സുവിശേഷം പ്രസംഗിക്കുന്നതിൽ ഞാൻ അത്യധികം ഉത്സാഹം കാണിച്ചു. ഒരിക്കലും അറിഞ്ഞിട്ടില്ലാത്തവനെ അവർ ദർശിക്കും, അവനെക്കുറിച്ച് കേട്ടിട്ടില്ലാത്തവർ അവനെ മനസ്സിലാക്കുമെന്ന് എഴുതപ്പെട്ടിട്ടുണ്ടല്ലോ. ബാറിക്കുമോൾ. ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങൾ ആദരവോടും ഭക്തിയോടും കൂടി നാം ശ്രദ്ധിച്ചു കേൾക്കണം. ദൈവമായ കർത്താവ് അതിന് ഞങ്ങളെ യോഗ്യരാക്കി തീർക്കട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ജീവൻ നൽകുന്ന വചനമായ നമ്മുടെ കർത്താവായ ഈശോമിശിഹായുടെ വിശുദ്ധ എവങ്കേലിയോൻ ലോകത്തിന് ജീവനും രക്ഷയും അറിയിച്ച വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിൽ നിന്ന് വാഴ്ത്തപ്പെട്ടവനാകുന്നു നമ്മുടെ രക്ഷയ്ക്കായവനെ യേശുവിനെ സ്തുതികളും നാം എല്ലാവരുടെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ കന്യക മറിയാമിൽ നിന്ന് ജഡം ധരിച്ച ദൈവത്തിന്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും നമ്മുടെ രക്ഷകനും നമ്മുടെ ദൈവവുമായ ഈശോമിശിഹായുടെ പരസ്യ ജീവിതനാളിൽ ഇപ്രകാരം പഠിപ്പിച്ചു. അവൻ ഈ ഉപമ പറഞ്ഞു. ഒരുവൻ മുന്തിരിത്തോട്ടത്തിൽ ഒരു അത്തിവൃക്ഷം നട്ടുപിടിപ്പിച്ചു. അതിൽ പഴമുണ്ടോ എന്ന് നോക്കുവാൻ അവൻ വന്നു, എന്നാൽ ഒന്നും കണ്ടില്ല. അപ്പോൾ അവൻ കൃഷിക്കാരനോട് പറഞ്ഞു, 3 വർഷമായി ഞാൻ ഈ അത്തിവൃക്ഷത്തിൽ നിന്ന് ഫലം അന്വേഷിച്ചു വരുന്നു, ഒന്നും കാണുന്നില്ല. അത് വെട്ടിക്കളയുക, എന്തിന് നിലം പാഴാക്കണം? കൃഷിക്കാരൻ അവനോട് പറഞ്ഞു, യജമാനനെ, ഈ വർഷം കൂടി അത് നിലനിൽക്കട്ടെ. ഞാനതിൻ്റെ ചുവടുകളച്ച് വളമിടാം, മേലിൽ അത് ഫലം നൽകിയേക്കാം. ഇല്ലെങ്കിൽ നീ അത് വെട്ടിക്കളഞ്ഞുകൊള്ളുക. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തി ഭവിക്കട്ടെ. ധന്യേ കന്യകയേ പരിമളധൂപത്തോ ഒന്നിച്ചെന്നും നിന്നോർമ്മ മാതേ നിന്നുടെ പ്രാർത്ഥനയാൽ ലോകവ്യാപകമാം ശാന്തി തിരുസഭ തന്നെ
പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. കാരുണ്യവാനായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ച് സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും മഹിമയും പുകഴ്ചയും അനശ്വരമായ കീർത്തിയും എല്ലാ നേരത്തും ഇടപെടാതെ അർപ്പിക്കുവാൻ അടിയങ്ങളെല്ലാവരും യോഗ്യതയുള്ളവരായി തീരണമേ. തൻ്റെ ശരീരം മുറിച്ച് ഭക്ഷണമായും രക്തം പകർന്ന പാനീയമായി ഞങ്ങൾക്ക് തരുകയും സ്വർഗരാജ്യം ഞങ്ങൾക്ക് അവകാശമായി നൽകുകയും ചെയ്ത ഉത്തമനാഥനായ കർത്താവിന് സ്തുതി. ദൈവികമായ സ്തോത്രയാഗം അർപ്പിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും സമയങ്ങളിലും ഞങ്ങൾ ആയുസ്സോടെ ഇരിക്കുന്ന ദിവസങ്ങളിലൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും അവന് യോഗ്യമാകുന്നു. കാരുണ്യവാനായ മുമ്പാകെയും പുണ്യം നൽകുന്ന ബലിയെഴുത്തിന് മുമ്പാകെയും ദിവ്യ സ്വർഗീയമായ വിശുദ്ധ രഹസ്യങ്ങൾ മുമ്പാകെയും ധൂമർപ്പിക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ച് താനോട് അനുഗ്രഹവും കരുണയും യാചിക്കണം. കാരുണ്യവാനായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ച് സഹായിക്കണമേ. പാപപരിഹാരം ചെയ്യുന്നവനും വെടിപ്പാക്കുന്നവനും ഞങ്ങളുടെ തിന്മകളൊക്കെയും ക്ഷമിക്കുന്നവനും വിസ്മരിക്കുന്നവനുമായ ദൈവമായ കർത്താവേ, നിന്റെ സ്നേഹാർദ്രതയാൽ ഞങ്ങളുടെ അസംഖ്യ പാപങ്ങളും നിന്നിൽ വിശ്വസിക്കുന്ന ജനം മുഴുവൻ്റെയും പാപങ്ങളും മായിച്ച് ഉത്തമനായുള്ളോവേ, ദയതോ നീ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, സ്നേഹപൂർവ്വം ഞങ്ങളെ നീ ഓർമ്മിച്ചു കൊള്ളണമേ. എൻ്റെ കർത്താവേ, ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരീ സഹോദരന്മാരുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും മരിച്ചുപോയവരുടെയും വിശുദ്ധ സഭയുടെ മക്കളും വിശ്വാസികളുമായ സകല മരിച്ചുപോയവരുടെ ആത്മാക്കളെ നിന്റെ കാരുണ്യത്താൽ നീ ഓർമ്മിക്കണമേ. അവരുടെ ആത്മാക്കളെയും ശരീരങ്ങളെയും ദേഹികളെയും ആശ്വസിപ്പിച്ച് കാരുണ്യത്തിൻ്റെയും ആർദ്രതമായ പനിമഞ്ഞ് അവരുടെ അസ്ഥികളിന്മേൽ നീ തളിക്കണമേ. കർത്താധികർത്താവും മഹത്വത്തിൻ്റെ നാഥനുമായ മിശിഹ രാജാവേ, ഞങ്ങൾക്കും അവർക്കും നീ പാപപരിഹാരവും പാപപരിഹാരകനുമാകണമേ. എൻ്റെ കർത്താവേ, ഞങ്ങളോട് ഉത്തരമരുളി ഞങ്ങളുടെ സഹായത്തിന് എഴുന്നള്ളണമേ. ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളുടെ യാചനകൾക്ക് ഉത്തരമരുള്ളണമേ. ദൈവമേ, നിന്റെ കരുണയാൽ സകല കഠിന ശിക്ഷകളും ഞങ്ങളിൽ നിന്ന് നീക്കിമായിച്ചു കളയണമേ. കർത്താവേ, നിന്റെ കാരുണ്യത്താൽ കോപത്തിൻ്റെ വേദനകൾ ഞങ്ങളിൽ നിന്ന് ദൂരീകരിക്കണമേ. നിന്റെ ദൈവത്വത്തിന് യോഗ്യവും നിനക്ക് പ്രീതികരവുമായ ക്രൈസ്തവ പരിപൂർണത ഞങ്ങൾക്ക് നീ സൗജന്യമായി തരണമേ. സമാധാന പ്രിയർക്കുള്ള നല്ലൊരു മരണത്തിന് ഞങ്ങളെ എല്ലാവരെയും നീ ഒരുക്കണമേ. ഞങ്ങൾ നിനക്ക് ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും അർപ്പിക്കും. ഈറേന്മാരിൽ നിന്നും മാലാഖമാരിൽ നിന്നും മറഞ്ഞിരിക്കുന്ന പിതാവാം ദൈവമേ, നിന്റെ മുൻപാകെയും സ്നേഹപൂർവ്വം ലോകത്തിൽ പ്രത്യക്ഷപ്പെട്ട നിന്റെ പ്രിയപുത്രന്റെ മുൻപാകെയും ആവാസത്താ ലോകത്തിന് പാപമോചനം നൽകിയ നിന്റെ പരിശുദ്ധ റൂഹായുടെ മുൻപാകെയും നിന്റെ ദൈവത്വം ഉദ്ഘോഷിക്കപ്പെടുകയും പരിശുദ്ധാതൃത്വം അധിവസിക്കുകയും ചെയ്യുന്ന നിന്റെ വിശുദ്ധമായ ഈ മദ്ബഹായുടെ മുൻപാകെയും ഈ ബലി ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈ ബലികലങ്കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും നിന്റെ മക്കളുടെ മുഴുവൻ്റെ കുറ്റങ്ങളുടെ നിർമൂലനത്തിനും വിശ്വാസികളായ ഞങ്ങളുടെ മരിച്ചുപോയവരുടെ ആശ്വാസത്തിനും നല്ല അനുസ്മരണയ്ക്കും പര്യാപ്തമായി തീരണമേ. ഞങ്ങളിപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും അർപ്പിക്കും. ഹോശോ അബുക്കോലിശ്ബാലവൽമീൻ. കർത്താവ് അങ്ങയുടെ
ശുശ്രൂഷ കൈക്കൊള്ളുകയും അങ്ങയുടെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യട്ടെ. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും എന്നുവന്നേക്കും നാം പ്രാപിക്കുമാറാകട്ടെ. ബലഹീനനും ഭാവിയുമാകുന്ന ഈ ദാസനേറ്റ് പറയുന്നു, പരിശുദ്ധനായ പിതാവ് പരിശുദ്ധൻ, പുത്രനായ പുത്രൻ പരിശുദ്ധൻ, ജീവപ്രദനായ പരിശുദ്ധ റൂഹാ പരിശുദ്ധൻ. അവൻ നമ്മുടെയും നമ്മുടെ പിതാക്കന്മാരുടെയും സഹോദരങ്ങളുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും മരിച്ചുപോയവരുടെയും വിശുദ്ധ സഭയുടെ മക്കളും വിശ്വാസികളുമായ സകല മരിച്ചുപോയവരുടെ ആത്മാക്കളിലും രണ്ട് ലോകങ്ങളിലും വന്ന് വന്നേക്കും മനസ്സെലവ് തോന്നി ഭാവിയായി ദാസന്റെ ധൂപത്തെ ശുദ്ധീകരിച്ച് അനുഗ്രഹിക്കുന്നവനാകുന്നു. ദിവ്യജ്ഞാനം ഉദ്ഘോഷിക്കപ്പെടുന്നു. നാം എല്ലാവരും ഭക്തിയായി നേറ്റിക്കൊള്ളണം. സർവശക്തിയുള്ള പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സകലത്തിന്റെയും സൃഷ്ടാവുമായ സത്യേക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവ്വലോകങ്ങൾക്ക് മുമ്പേ പിതാവിൽ നിന്ന് ജനിച്ചവനും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയില്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് സമത്വമുള്ളവനും സർവസൃഷ്ടിക്കും ഹേതുവായവനും മനുഷ്യരായ ഞങ്ങൾക്കും ഞങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി സ്വർഗത്തിൽ നിന്നിറങ്ങി വിശുദ്ധ റൂഹായിൽ നിന്നും ദൈവമാതാവായ വിശുദ്ധ കന്യകമറിയാമിൽ നിന്നും ശരീരയായി തീർന്ന മനുഷ്യനായി പൊന്തിയോസ് പീലാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് കഷ്ടത അനുഭവിച്ച് മരിച്ചടക്കപ്പെട്ട് തിരുമനസ്സായ പ്രകാരം മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരേറി തന്റെ പിതാവിന്റെ വലതുഭാഗത്തിരുന്നവനും ജീവനുള്ളവരെയും മരിച്ചവരെയും വിധിപ്പാൻ വലിയ മഹത്വത്തോടെ ഇനിയും വരുവാനിരിക്കുന്നവനും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനും ഏകകർത്താവുമായ യേശുമിശിഹായിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും നിബിയന്മാരും സ്നേഹന്മാരും മുഖാന്തരം സംസാരിച്ചവനുമായി ജീവനും വിശുദ്ധിയുമുള്ള ഏകറൂഹായിലും കാതോലികവും ശ്ലൈഹികവും ഏകവും വിശുദ്ധവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള മാമോദീസ ഒന്ന് മാത്രമേ ഉള്ളൂ എന്ന് ഞങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചുപോയവരുടെ ഉയർപ്പിനും വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. ആമേൻ. കർത്താവേ, സമേത സ്നേഹവും യോജിപ്പും സമ്പൂർണ്ണ സമാധാനവും ഞങ്ങൾക്കെല്ലാവർക്കും നീ നൽകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും അർപ്പിക്കും. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ ദൈവമായ താന്റെ സ്നേഹം മൂലം പരിശുദ്ധവും ദൈവമാചമനത്താൽ തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും ഈ സമാധാനത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. കരുണയുള്ള കർത്താവിന് മുമ്പാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവും ദൈവവുമേ, കർത്താവേ, നിന്റെ ശാശ്വതമായ അനുഗ്രഹങ്ങളാൽ ഞങ്ങളെല്ലാവരെയും നീ ആശീർവദിക്കണമേ. നിന്റെയും ഏകപുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും തിരുവിഷ്ടം ചെയ്യുവാൻ ഞങ്ങളെ എല്ലാവരെയും പ്രാപ്തരാക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും അർപ്പിക്കും. കർത്താവേ, നിനക്ക് ഞങ്ങൾ അർപ്പിക്കുന്ന ഈ ബലിമുഖാന്തരം സകല അശുദ്ധ വിചാരങ്ങളും ഞങ്ങളിൽ നിന്ന് നീക്കിക്കളയണമേ.
ഇതിനാൽ ഞങ്ങളുടെ ആത്മാക്കളെ പ്രശോഭിപ്പിക്കുകയും ഞങ്ങളുടെ ശരീരങ്ങളെ നീ ശുദ്ധീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും അർപ്പിക്കും. പറയുമ്പോൾ സഹോദരങ്ങളെ, നാം എല്ലാവരും ഭയഭക്തിയോടും വിശുദ്ധിയോടും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ദിവ്യവും പരിശുദ്ധവുമായ കുർബാനയിൽ ശ്രദ്ധിക്കണം. എന്നാൽ നമുക്ക് ആർക്കും വേണ്ടി ജീവനുള്ള ബലി സകലത്തിൻ്റെ ഉടവനായ പിതാവായ ദൈവത്തിന് എമ്മേതേലും സമാധാനത്തിലും അർപ്പിക്കപ്പെടുന്നു. ഈ കുർബാന അനുഗ്രഹവും സമാധാനവും ബലിയും സ്തോത്രവുമാകുന്നു. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനാം പുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംസർഗവും സഹവാസവും എൻ്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും എന്നാളും ഉണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ഈ സമയത്ത് നാം എല്ലാവരുടെയും ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും പിതാവാം ദൈവത്തിന്റെ വലതു ഭാഗത്ത് മിശിഹാതമ്പുരാൻ എഴുന്നള്ളിയിരിക്കുന്ന മഹോന്നതങ്ങളിലായിരിക്കണം. ഞങ്ങളുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ദൈവമായ കർത്താവിങ്കലായിരിക്കുന്നു. ഭയഭക്തിയോടെ കർത്താവിനെ നമുക്ക് സ്തോത്രം നൽകാം. ഭയഭക്തിയോടുകൂടെ കർത്താവിന് സ്തോത്രം നൽകുന്നത് യുക്തവും ന്യായവുമാകുന്നു. തിരുസന്നധിയിൽ നിന്നുകൊണ്ട് ഇടപെടാതെ നിന്നെ മഹത്വപ്പെടുത്തുന്ന ആയിരങ്ങളും പതിനായിരങ്ങളുമായ അഗ്നിമയന്മാരോടൊന്നിച്ച് 3 പ്രാവശ്യം ഉച്ചത്തിൽ ഇപ്രകാരം പറഞ്ഞുകൊണ്ട് നിന്നെ പുകഴ്ത്തുവാൻ ഞങ്ങൾ യോഗ്യരായി തീരണമേ. തന്റെ മുഖത്താൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, ഉയരങ്ങളിൽ ഹോശാന. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനുമായവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. പാപമില്ലാത്തവനായതാൻ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി തിരുവിഷ്ടപ്രകാരം മരണം കൈവരിക്കുവാനായി ഒരുങ്ങിയപ്പോൾ പരിശുദ്ധമായ തൻ്റെ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് പിതാവാം ദൈവമേ നിന്നെ കാണിച്ച് സ്തോത്രം ചെയ്തു. വാഴ്ത്തി ശുദ്ധീകരിച്ച് മുറിച്ച് തൻ്റെ വിശുദ്ധ സ്ലീഹന്മാർക്ക് കൊടുത്തുകൊണ്ടരുൾ ചെയ്തു. നിങ്ങളെല്ലാവരും വാങ്ങി ഇത് ഭക്ഷിക്കുവേൻ, ഇത് എൻ്റെ ശരീരമാകുന്നു. ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും മുറിക്കപ്പെടുകയും പാപമോചനത്തിനും നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്നു. അപ്രകാരം താഴത്തിനു ശേഷം വീഞ്ഞും വെള്ളവും കലർത്തിയ കാസായും എടുത്ത് സ്തോത്രം ചെയ്തു. വാഴ്ത്തി ശുദ്ധീകരിച്ച് ശിഷ്യരായ തന്റെ വിശുദ്ധ സ്ലീഹന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു. നിങ്ങളെല്ലാവരും വാങ്ങിയത് പാനം ചെയ്യുവിൻ, ഇത് പുതിയ നിയമത്തിലെ എൻ്റെ രക്തമാകുന്നു. ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും ചിന്തപ്പെടുകയും പാപമോചനത്തിനും നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്നു. വിശുദ്ധ സ്ലീഹന്മാരെ ഏൽപ്പിച്ചുകൊണ്ട് അവരോട് ഞാൻ വരുന്നതുവരെ എൻ്റെ ഓർമ്മയ്ക്കായി ഇപ്രകാരം നിങ്ങൾ ചെയ്യുവിനെന്ന് അപ്പോൾ തന്നെ നമ്മുടെ കർത്താവ് കൽപ്പിച്ച് അരുളി ചെയ്തു. നിന്റെ മരണത്തെ ഞങ്ങൾ ഓർക്കുന്നു, നിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ ഏറ്റുപറയുന്നു. നിന്റെ രണ്ടാമത്തെ വരവിനായി നോക്കി പാർക്കുന്നു. നിന്റെ അനുഗ്രഹങ്ങൾ ഞങ്ങൾ എല്ലാവരിലും ഉണ്ടായിരിക്കണമേ. കർത്താവേ, നിന്റെ സപരക്ഷാകരമായ നിന്റെ സകല വ്യാപാരങ്ങളെയും ഓരോ മനുഷ്യനും അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പ്രതിഫലം കൊടുക്കുന്ന സംഭ്രമജനകമായ നിന്റെ രണ്ടാമത്തെ വരവിനെയും അനുസ്മരിക്കുന്നു.
ഇത് നിമിത്തം നിന്റെ സഭയും ഇടവകയും നിന്നോട് നീ മുഖാന്തരം നിന്റെ പിതാവിനോടും അനുതാപപൂർവം അപേക്ഷിക്കുന്നു. സർവശക്തിയുള്ള പിതാവായ ദൈവമേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പിതാവേ, നിന്റെ കൃപ സ്വീകരിക്കുന്ന ബലഹീനരും പാപികളുമായ നിന്റെ ദാസീദാസന്മാർ നിനക്ക് നന്ദി പറഞ്ഞുകൊണ്ട് സകലത്തെക്കുറിച്ചും സകലത്തിനു വേണ്ടിയും കാരുണ്യവാനായ നിന്നെ സ്തോത്രം ചെയ്യുന്നു. ദൈവമായ കർത്താവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു, നിന്നെ ഞങ്ങൾ വാഴ്ത്തുന്നു, നിന്നെ ഞങ്ങൾ വന്ദിക്കുന്നു, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുകയും ചെയ്യുന്നു. നല്ലവനേ, ദൈവമേ, നീ ഞങ്ങളോട് കരുണ ചെയ്യണമേ. പാറയ്ക്കുമോ എന്റെ വാത്സ്യമുള്ളവരെ, ജീവനുള്ള പരിശുദ്ധരൂഹാസർക്കുമാകുന്നവരെന്ന് പ്രതാപത്തോട് ഇറങ്ങി സമർപ്പിതമായിരിക്കുന്ന ഈ പരിശുദ്ധ കുർബാനമേൽ ആവശ്യിച്ച് ഇതിനെ ശുദ്ധീകരിക്കുന്ന സമയം ഇത്ര ദിവ്യവും ഭക്തിഹീനവും ആവുന്നു. നിങ്ങൾ ഭയഭക്തിയോടെ കൂടെ പ്രാർത്ഥിപ്പീൻ. ഞങ്ങൾക്കെല്ലാവർക്കും സമാധാനവും സമൃദ്ധിയും ഉണ്ടാകണമേ. കർത്താവേ, ഞങ്ങളോട് നീ ഉത്തരമരുളണമേ. കർത്താവേ, ഞങ്ങളോട് നീ ഉത്തരമരുളണമേ. എൻ്റെ കർത്താവേ, ഞങ്ങളോട് നീ ഉത്തരമരുളേ. ദേതോ നീ ഞങ്ങളോട് കരുണ ചെയ്യണമേ. കുരിയലായിസോൻ, കുരിയലായിസോൻ, കുരിയലായിസോൻ. പരിശുദ്ധാത്മാവ് തന്റെ ആവാസത്താൽ ഈ അപ്പത്തെ ഞങ്ങളുടെ ദൈവമായ മിശിഹായുടെ ശരീരമാക്കി പൂർത്തിയാക്കട്ടെ. പരിശുദ്ധാത്മാവ് തന്റെ ആവാസത്താൽ ഈ കാസായ ഞങ്ങളുടെ ദൈവമായ മിശിഹായുടെ രക്തമാക്കി രൂപാന്തരപ്പെടുത്തട്ടെ. കർത്താവേ, തിരുശരീരത്തിലും തിരുരക്തത്തിലും പങ്കുകൊള്ളുന്ന എല്ലാവർക്കും ഇവ കടങ്ങളുടെ പരിഹാരത്തിനായി തീരുകയും നിത്യജീവനാവകാശികളാവുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും അർപ്പിക്കും. കർത്താവേ, നിന്റെ വിശുദ്ധ സഭയ്ക്ക് ശാന്തിയും സമാധാനവും അതിലെ ഞങ്ങളുടെ പിതാക്കന്മാർക്ക് ദീർഘായുസ്സും നീ നൽകണമേ. സത്യോപദേശം നേരായി പഠിപ്പിക്കുന്ന നല്ല പിതാക്കന്മാർ ഞങ്ങളുടെ സഭയിൽ ഉണ്ടാകുവാൻ അവിടുന്ന് സഹായിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും അർപ്പിക്കും. വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ നമ്മുടെ സഹോദരന്മാർ എല്ലാവർക്കും വേണ്ടിയും പ്രത്യേകിച്ച് ഇപ്പോൾ പരീക്ഷയിലും ഞെരുക്കത്തിലും ഇരിക്കുന്നവർക്കും വേണ്ടിയും നാം പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ബുദ്ധിമുട്ടിലും ദാരിദ്ര്യത്തിലും രോഗത്തിലും ക്ലേശിക്കുന്ന എല്ലാവർക്കും ആശ്വാസം അരുളി അവരെയും അവർക്ക് സഹായഹസ്തം നൽകുന്നവരെയും കാത്തുകൊള്ളണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും അർപ്പിക്കും. നമ്മുടെ ഭരണാധികാരികൾക്ക് വേണ്ടിയും അവർ നമ്മെ ശരിയായ മാർഗത്തിൽ നയിക്കുന്നതിനു വേണ്ടിയും നാം പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അദൃശ്യനായ ശത്രുവിനെയും അവന്റെ ക്രൂരവാഴ്ചയും ഞങ്ങളിൽ നിന്ന് നീക്കിക്കളയണമേ. നിർദ്ദയരായ അധികാരികളുടെ ആധിപത്യത്തിൽ നിന്ന് അവരെ രക്ഷിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും അർപ്പിക്കും.
ശുദ്ധവതിയും ഭാഗവതിയും അനുഗ്രഹത്തെ നിത്യ കാണികയും ദേവമാതമായ മറിയാമിനെയും നമ്മുടെ പിതാവായ മാർത്തോമാ സ്ലീഹായും ദിവ്യന്മാർ സ്ലീഹന്മാർ പ്രാർത്ഥനക്കാർ എവങ്കലിസ്തന്മാർ സദന്മാർ മദനന്മാർ എന്നിവരെ നോക്കണം. അവിടെ പേശ നമ്മെ കോട്ടിയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്റെ വിശുദ്ധരുടെ സംരക്ഷണയിൽ ഞങ്ങളെ പരിപാലിച്ച് അവരുടെ അണികളിൽ ഞങ്ങളെ നീ ചേർക്കണമേ. അവരോടൊരുമിച്ച് ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും അർപ്പിക്കും. ബാർക്കിമോർ കുറ്റലാത്തും സ്നേഹിയും ഏകുമായ സത്യവിശ്വാസത്തെ പാലിച്ച് നാം കൽപ്പിച്ചു എന്നിട്ടുള്ള സകല വിശുദ്ധാക്കന്മാരെയും അങ്കിരപ്പെട്ട മൽപ്പാന്മാരെ നാം നോക്കണം. അവിടെ പ്രാർത്ഥനമേ കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, സത്യവിശ്വാസത്തിൽ ഞങ്ങളെ നിലനിർത്തേണമേ. അതിൽ നിന്ന് വ്യതിചലിച്ച് ശിക്ഷാർഹരാകുന്നതിന് ഞങ്ങളെ നീ അനുവദിക്കരുതേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും അർപ്പിക്കും. ബാരിക്കുമോൾ സ്നേഹത്തിലും സത്യവിശ്വാസത്തിലും മറിച്ച് നമ്മൾ നിന്ന് വേർപെട്ടു പോയ സകലരെ നാം ഓർമ്മിക്കണം. കടങ്ങൾ പരിഹാരത്തിനും പാപന മോചനത്തിനും അവരെ യോഗ്യരാക്കുവാനും നമ്മയും അവരെയും സ്വർഗരാജ്യത്തിൽ ചേർത്തുകൊള്ളാനുമായി കർത്താവിൽ നാം പ്രാർത്ഥിച്ച് 3 പ്രാവശ്യം കുരിയലായിസോൻ എന്ന് ചൊല്ലണം. കർത്താവേ, ഞങ്ങളുടെ പരേതരെ കരുണയോടെ കടാക്ഷിച്ച് അവരുടെ കടങ്ങൾ പരിഹരിക്കുകയും തെറ്റുകൾ ക്ഷമിക്കുകയും ചെയ്യണമേ. നിന്റെ ഏകപുത്രന്റെ തിരു ശരീരവും തിരുരക്തവും അവരുടെ അവയവങ്ങളിൽ നിക്ഷിപ്തമായിരിക്കുന്നു. അവൻ മുഖാന്തരം ഞങ്ങൾക്കും അവർക്കും കരുണയും പാപമോചനവും ലഭിക്കുവാനായി അവനിൽ തന്നെ ഞങ്ങൾ ശരണപ്പെടുന്നു. വിശ്വാസത്തോടുകൂടെ ഞങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞ സകല മരിച്ചുപോയവരെയും ആശ്വസിപ്പിച്ച് പുണ്യപ്പെടുത്തേണമേ. മനസ്സോടും മനസ്സുകൂടാതെയും അറിവോടും അറിവ് കൂടാതെയും തിരുമുൻപിൽ ഞങ്ങളും അവരും ചെയ്തു പോയിട്ടുള്ള പിഴകൾ ക്ഷമിക്കണമേ. കർത്താവേ, ഞങ്ങളുടെയും ഞങ്ങളുടെ മരിച്ചുപോയവരുടെയും അകൃത്യങ്ങൾ മറന്ന ഞങ്ങളെല്ലാവരെയും ക്രൈസ്തവമായ മരണത്തിന് യോഗ്യരാക്കണമേ. സർവാദരണീയവും സംഭൂജ്യമായ നിന്റെ നാമം ഞങ്ങളുടെ കർത്താവായ ഈശോ മിശിഹായുടെയും നിന്റെ പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തോടുകൂടി സകലത്തിലും എന്ന പ്രകാരം ഇതിലും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിക്കപ്പെട്ട് പുകഴ്ത്തപ്പെടുമാറാകണമേ. തന്റെ നാമമായിരിക്കുന്ന പ്രകാരം തന്നെ ഇരിക്കുകയും തലമുറ തലമുറയായി കാലാകാലങ്ങളോളം സ്ഥിതി ചെയ്യുകയും ചെയ്യുന്നു. എല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. മഹോന്നത ദൈവവും നമ്മുടെ രക്ഷകനുമായ ഈശോ മിശിഹായുടെ കൃപ എൻ്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും എന്നാളും ഉണ്ടായിരിക്കട്ടെ. അൻപുടയോ നേ നിൻ വാതിൽ ഹാലേലൂയ ഹാലേലൂയ മൂട്ടുന്നു ദാസനാദം ബാരയ്ക്കുമോ കുരിയേലൈസോ ആവേശത്താല്യാജിക്കും ും
കാക്കണമേ. ബാരക്കുമോ ആരയ്ക്കുമോൾ കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. പ്രാർത്ഥനകൾ കൈക്കൊള്ളുന്നവനും യാചനകൾക്ക് മറുപടി അരുളുന്നവനുമായ ദൈവമേ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുകയും പരിശുദ്ധനായ നിന്റെ ഏകപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ച കർത്തൃ പ്രാർത്ഥന നുറുങ്ങിയ ഹൃദയത്തോടെ ഉച്ചത്തിൽ ചൊല്ലുകയും ചെയ്യുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരയണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം നീ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ ഇടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ദൈവമായ കർത്താവേ, ദുഷ്ടനിൽ നിന്നും അവന്റെ സകലവിധ നിയമലംഘനങ്ങളിൽ നിന്നും ഞങ്ങളെ എല്ലാവരെയും രക്ഷിക്കണമേ. ഞങ്ങളുടെ പാപങ്ങളും അവിവേകങ്ങളും ക്ഷമിക്കണമേ. ഞങ്ങൾക്കും ഏതെങ്കിലും വിധത്തിൽ ഞങ്ങളോട് തെറ്റ് ചെയ്തിട്ടുള്ളവർക്കും നീ എന്നും വിമോചകനായിരിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും അർപ്പിക്കും. എല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനുണ്ടായിരിക്കട്ടെ. ആരയ്ക്കുമോൾ അർപ്പിക്കപ്പെട്ട വിശുദ്ധ രഹസ്യങ്ങളെ കൈക്കൊള്ളുന്ന മുമ്പ് കന്യകളുടെ കർത്താവിന് മുമ്പാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവും ദൈവമേ, തിരുമുമ്പാകെ ഞങ്ങൾ തലകുനിക്കുന്നു. കർത്താവേ, നിന്റെ ജനത്തിലും നിന്റെ ഏകജാതന്റെ തിരുശരീരവും തിരുരക്തവും അനുഭവിക്കുവാനായി നോക്കി പാർക്കുന്ന നിന്റെ ഇടവകയിലെ മക്കളിലും നിന്റെ വലതു കൈ ആവസിപ്പിച്ച് അവരെ ധാരാളമായി നീ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ആത്മാക്കളെയും ശരീരങ്ങളെയും ശുദ്ധീകരിക്കണമേ. ഞങ്ങൾ നിനക്കും ഏകജാതനം പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും അർപ്പിക്കും. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനുണ്ടായിരിക്കട്ടെ. ശുദ്ധിയും മഹത്വമുള്ളതും സൃഷ്ടിയല്ലാത്തതും ഉണ്മയായതും ആദ്യന്തമില്ലാത്തതും വന്ദിക്കത്തക്കതും സാരാംശത്തിൽ സമമായിരിക്കുന്നതുമായ പരിശുദ്ധ തൃത്വത്തിന്റെ കൃപയും കരുണയും അനുഗ്രഹങ്ങളും എൻ്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും എന്നാളും ഉണ്ടായിരിക്കട്ടെ. ആരയ്ക്കുമോൾ ഭയഭക്തിയോടെ നാം സൂക്ഷിക്കണം. കർത്താവേ, കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ശുദ്ധമായ വിശുദ്ധിയും വെടിപ്പുമുള്ളവർക്കായി നൽകപ്പെടുന്നു. പരിശുദ്ധനായ ഏകപിതാവും പരിശുദ്ധനായ ഏകപുത്രനും പരിശുദ്ധനായ ഏകറുഹായുമല്ലാതെ പരിശുദ്ധനില്ല. ആമേൻ. യിരിക്കുന്ന പിതാവിനും പുത്രനും ജീവനുള്ള പരിശുദ്ധ റൂഹായിക്കും എന്നേക്കും സ്തുതി. ആമേൻ. തന്റെ കരുണയാ ലോകത്തെ സൃഷ്ടിച്ച പരിശുദ്ധനായ ഏകപിതാവ് നമ്മോടുകൂടെ. തന്റെ തിരുമേനിയുടെ വിലേറിയ പീഡാനുഭവത്താൽ അതിനെ രക്ഷിച്ചു പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടുകൂടെ. ഉണ്ടായതുമുണ്ടാകുവാനിരിക്കുന്നതുമായ സകലവും പൂർത്തിയാക്കി തികയ്ക്കുന്ന ജീവനുള്ള ഏക പരിശുദ്ധാത്മാവ് നമ്മോടുകൂടെ. കർത്താവിന്റെ തിരുനാമം ആദ്യം മുതൽ എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. നാം ദൈവസുതന്മാരാവാൻ ആയുഷ്കാലത്തിൽ ചൊല്ലി തന്ന കാതരയോർക്കേണം നയവാൻമാർ പുണ്യ
കന്യാപ്പെട്ടു ഒന്നിച്ചേകുമവർക്കാശ്വാസം പുത്രൻ ദൈവം മുറിയോരാഹി നാൾ സ്തുതിയോടു രാജമകൾ നിൻ വലഭാഗി രാജഭാമിനിയും നിന്നരകരജന്മോഹിപ്പാൻ നിഞ്ചനമോർക്കായിക പിതൃഗ്രഹവും പാറിക്കുമോ ബഹോലാബോലബറോവൽ റോഹോ ഖാദീശോ മനോലം വാദാമലോലം ഭക്തർപുകഴ്ത്തും ഭാജനമേ നിന്നുദിച്ചോരേകസുതൻ തൃക്കരഞ്ഞങ്ങളിൽ അലിവാൻ തൻ പക്കലപേക്ഷയാണ് കേണം സൗമൻ കാലോസ് കുറിയേലായി വാഴ്വായി തീരണമേ മറിയാമിൻ ഓർമാം അവളുടെ പ്രാർത്ഥന ഞങ്ങൾക്കാത്മാവിനു കോട്ട ബാരിക്കുമോ ബോലബറോവൽ റോഹോ ഖാദീശോ ദൈവാംബിക കന്യാമറിയാമിന്നായി പരിമളധൂപ ചുരുൾ വായു വിലുയരുന്നു മുറിയോരാഹി മേലൈനു ആദാരരുതേ മാതാവേ ഞങ്ങൾക്കായുള്ളർത്തന നീ ഏകാത്മജനോടർത്തിക്ക ഞങ്ങളിലാർദ്രത തോന്നീടാൻ ബന പോലെ തളർത്തിടുമേ ഹാലേലൂയ വളരുമവൻ ലബനോൻ കാരകിൽ പോൽ വൃത്തതയിലും അവർ തളിരിട്ടു തഴച്ചിടുമേ ഹാലേലൂയ വർത്തിക്കും അവർക്ക് ദൃഷ്ടി പുഷ്ടികളും വാരയ്ക്കുമോ ബഹോലാബോലബറോവൽ റോഹോ ഖാദീശോ മനോലം വാദാമലോലം ഒരുപോലിങ്ങും മാറിയൗസേ വാനിലുമതുപോൽ നിന്നോർമ്മ ഉദരണമേ നിൻ പ്രാർത്ഥന നിൻ ഓർമ്മയെ ബഹുമാനിച്ചോർക്കാൻ സൗമൻ കാലോസ് കുറിയേലായിസോ ഭാഗ്യം നിബിയാർക്കും ഭാഗ്യം സ്ലീഹർക്കും ഭാഗ്യം സഹദേർക്കും പുനരുത്ഥാനദിനെ വാരിക്കുമോ ബഹോലാബോലബറോവൽ റോഹോ ഖാദീശോ മിശിഹായെ കാൺമാൻ സഹദരാശിച്ചു വാളാൽ ചിറകേന്തി ഉന്നത പദമേറി മുറിയോരാഹി മേലൈനു ആധാരേ പരിശുദ്ധന്മാരെ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ കർത്താവോടായി അടികളെയും തൻ കോപത്തിൻ വടികളെയും മായ്ച്ചിടാൻ
മക്കളിലപ്പൻ കൃപ ചെയ്വതുപോലെ ഹാലേലൂയ. ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. തുല്യം നരനുടെ നാൾകളോ ഹാലേലൂയ. പൂക്കുന്നിതു വയലിൽ പൂച്ചെടി പോലെ പാറിക്കുമോ. ശുഭോലാബോലബറോവൽ റോഹാദീശോ. മനോലം മാതാമലോലം ശരണത്താലേ നിൻ കൃപയിൽ മരണമടഞ്ഞൊരു ദാസേരുമിൻ ജീവാസ്വരമതുണർത്തണമേ. കവറിനും പരുദീസായിക്കായി സൗമൻ കാലോസ് കുരിയേലായിസോൻ. ഉയരേകുന്നോൻ രാജ ഉയരത്തിൽ നിന്നെഴുന്നള്ളി ജീവൻ മൃതരാം ഇവർക്കും നൽകുന്നു. കബറുകളുള്ളിൽ നിന്നി അവരവരുയരോടെഴുന്നേറ്റു ഉയരേകും നിന്നെ സ്തുതി ചെയ്തിടുന്നു. പാലിക്കുമോ എന്റെ ശരീരം വാക്ഷി ചന്തക്തം പാനം ചെയ്യുവോൻ. പാതാളത്തിൽ പോകാനായി വീടാൻ ഞാൻ എന്നും അവൻ ജീവിപ്പാൻ അങ്ങത്തെട്ടു മരിച്ചതു ഞാൻ. എന്നും കർത്താവ് തന്നരുളിഞ്ഞ മഹത്വം മരമതിനുയരെ കർത്താവേ. കള്ളനു കിട്ടിയ നിന്റെ വരം ത്രിത്വത്തെ സ്തുതി ചെയ്തോരാം മൃതരും കൈക്കൊണ്ടിടേണം. നാം ശബ്ദമുയർത്തി പറയണം. പിതാവും പുത്രനും പരിശുദ്ധരുമായവൻ വന്ദിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനുമാകുന്നു. ആദ്യം മുതൽ തലമുറ തലമുറയും തനിക്ക് സ്തുതി. ഹല്ലേലൂയ. ഞങ്ങളുടെ രക്ഷയ്ക്കായി വന്നവനും ഞങ്ങളുടെ പുനരുദ്ധാനത്തിനും ഞങ്ങളുടെ വർഗത്തിൻ്റെ നിത്യമായ നവീകരണത്തിനു വേണ്ടി വരുവാനിരിക്കുന്നതിനുമായ ദൈവപുത്ര, പാപപരിഹാരപ്രദമാകുന്ന പരിശുദ്ധമായ ഈ മദ്ബഹായിൽ നിന്ന് നിന്റെ ദാസരിലേക്ക് അനുഗ്രഹമിറങ്ങുമാറാകണമേ. ഞങ്ങളുടെ കർത്താവും ദൈവവുമേ, അദൃശ്യമായ നിന്റെ വലത് നീട്ടി കിടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും തിരുമുൻപാകെയുള്ള മുഖപ്രസന്നതയ്ക്കുമായി നിന്റെ വിലയേറിയ തിരുശരീരവും തിരുരക്തവും സ്വീകരിക്കുന്ന ആരാധകരുടെ ഈ സംഘത്തെ നീ ആശീർവദിക്കണമേ. മഹോന്നത ദൈവവും നമ്മുടെ രക്ഷകരമായ ഈശ്വമിശിഹായുടെ അനുഗ്രഹങ്ങൾ ഈ വിശുദ്ധ വസ്തുക്കൾ വഹിക്കുന്നവരിലും കൊടുക്കുന്നവരിലും കൈക്കൊള്ളുന്നവരിലും ഇവയ്ക്കായി പരിശ്രമിച്ചവയിൽ സംബന്ധിക്കുന്ന എല്ലാവരിലും പരിശുദ്ധ തൃത്വത്തിന്റെ കൃപയും കരുണയും അനുഗ്രഹങ്ങളും രണ്ട് ലോകങ്ങളിലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. നാദാ കൃപ ചെയ്യണമലിവാൻ, കൃപ ചെയ്യണമോ തരമരുളി, കൃപ ചെയ്യണമേ നിനക്കു സ്തുതി. കൃപ ഞങ്ങളിലുണ്ടാകട്ടെ. ഈശോമിശിഹായുടെ തിരുശരീരവും തിരുരക്തവുമാകുന്ന തീക്കട്ട
കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനുമായി നിനദാസർക്കായി നൽകപ്പെടുന്നു. അഗ്നിമയന്മാരെ നോക്കിൽ വിരച്ചിടുന്നു. അവനെ മേശയിലപ്പം വീഞ്ഞ നീ കാണുന്നു. ആരെ മിന്നലൊടുത്തവർ നോക്കുകലെറിയുന്നോടനെ. അവനെ മൺമയ ഭക്ഷിച്ചു മുഖം തെളിയുന്നേറ്റം. രഹസ്യങ്ങളോ വിന്നവരിടയിൽ ഈശായാതാൻ കണ്ടിവ നമ്മോട് സാക്ഷിക്കുന്നു. ദൈവത്വത്തിൻ മടിയിലിരിപ്പുരഹസ്യങ്ങളിവ ഏവം മേശയിലാദാമ്യർക്കായി പാകിക്കുന്നു. ക്രൂബന്മാരുടെ തേരതുപോലെ സ്ഥിരമീമാത്മഹ സ്വർഗത്തിൻ സേനകളുണ്ടതിനെ ചുറ്റിക്കൊണ്ട് ദേവസുരൻ ഞങ്ങളുടെ കർത്താവും ദൈവമേ, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവായ ഈശോ മിശിഹാ, ഞങ്ങൾ ഭക്ഷിച്ചതായ തിരുശരീരവും പാനം ചെയ്ത പുണ്യപ്രദമാക്കിയ തിരുരക്തവും ഞങ്ങൾക്ക് ശിക്ഷാവധിക്കോ ഞങ്ങളുടെ പ്രതികാരത്തിനോ ആയിത്തീരല്ലേ. പിന്നെയോ ഞങ്ങളെല്ലാവരുടെയും നിത്യജീവനും രക്ഷയ്ക്കുമായി ഭവിക്കണമേ. ദൈവം തമ്പുരാനെ, ഞങ്ങളെ എല്ലാവരെയും നീ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. നാമിക്കും നിന്നെ എല്ലാ നാവും സ്തുതി പാടും. കവരടഞ്ഞോർഹൽ ശരണം നീയേ, മൃദർ തന്നുയർപ്പും നീ തന്നെ. മനുഷ്യരോട് നിനക്കുള്ള സ്നേഹത്തെ ഞങ്ങൾ പുകഴ്ത്തുകയും വന്ദിക്കുകയും ചെയ്യുന്നു. നീ ഞങ്ങൾക്ക് ശക്തിയും സഹായവും ആലംബവുമായിരിക്കണമേ. ഈ ആത്മീക വിരുന്ന് വഴി സന്തുഷ്ടരായ ഞങ്ങൾക്കെല്ലാവർക്കും പുണ്യവും ഭാഗ്യാനുഭവവും നൽകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും അർപ്പിക്കും.
നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിലുണ്ടായിരിക്കട്ടെ. കരുണയുള്ള കർത്താവിന് മുമ്പാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവും ദൈവമേ, തിരുമുമ്പാകെ ഞങ്ങൾ തലകുനിക്കുന്നു. സ്വർഗത്തിൽ നിന്നായി ഇറങ്ങി വരികയും ഞങ്ങൾക്ക് അനശ്വര ഭക്ഷണമായി തീരുകയും ചെയ്ത സത്യാപമായ മിശിഹാതമ്പുരാനെ, ഞങ്ങളുടെ ആത്മാക്കളെയും ശരീരങ്ങളെയും കെട്ടുപോകാത്ത അഗ്നിയിൽ നിന്നും ചാകാത്ത പുഴവിൽ നിന്നും കാത്തുകൊള്ളണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും അർപ്പിക്കും. സ്തോത്രം ഞങ്ങൾ എവരും അങ്ങേ കേടുമെന്നും നിന്ദാതന്നും റുക്കുതി ശായിക്കും സ്തുതി പാടിയിടും. നിന്തിരുഗാത്രം കൈക്കൊണ്ടോരാ ഞങ്ങളെ നാഥ, ദുഷ്കൃതമഖിലം നീക്കി സദയം പാലിക്കേണമേ. വാചനങ്ങളുമേ, കർത്താവിന്റെ പാപപരിഹാരപ്രദമാകുന്ന പരിശുദ്ധമായ ഈ മന്ദഹായിൽ നിന്ന് നിങ്ങൾ പ്രാപിച്ച അനുഗ്രഹത്തോടും വഴിയാത്രാ ഭക്ഷണത്തോടുകൂടി പരിശുദ്ധ തൃത്വത്തിന്റെ കൃപയ്ക്കും അനുഗ്രഹത്തിനും ഞാൻ നിങ്ങളെ ഭരമേൽപ്പിക്കുന്നതായി ഈ സമയത്ത് സമാധാനത്തോടെ പോകുവിൻ. ദുരസ്ഥരോടുകൂടി സമീപസ്ഥരും മരിച്ചവരോടുകൂടി ജീവനുള്ളവരും നമ്മുടെ കർത്താവിന്റെ ജയമുള്ള സ്ലേവായാൽ രക്ഷിതരും വിശുദ്ധ മാമോദീസായുടെ റോഷ്മായാൽ മുദ്രിതരുമേ, ഈ തൃത്വം നിങ്ങളുടെ ഇടങ്ങൾ പരിഹരിക്കുകയും നമ്മുടെ കുറ്റങ്ങൾ ക്ഷമിക്കുകയും നിങ്ങളുടെ മരിച്ചുപോയവരുടെ ആത്മാക്കളെ നിത്യം ആശ്വസിപ്പിക്കുകയും ചെയ്യും. ഞാൻ ബലഹീനനും പാപിയുമാകുന്ന ദാസൻ നിങ്ങളുടെ പ്രാർത്ഥനയാൽ സഹായവും കരുണയും പ്രാപിക്കുമാറാകട്ടെ. നിങ്ങൾ സന്തോഷിച്ചാർന്നിച്ചു സമാധാനത്താൽ തിരികെ പോകുവിൻ. എന്നേക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുവിൻ. കർത്താവ് അങ്ങയുടെ കുർബാന സ്വീകരിക്കുകയും അങ്ങയുടെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യട്ടെ. എന്റെ കടങ്ങളെ ശേഷം നിൻ കൃപയാൽ വായിച്ചിടണമേ. എൻ പാവങ്ങളെയും നീക്കി പുണ്യമെനിക്ക് കീടണമേ. രക്ഷകമിശിഹാ രാജാവേ, തിരുരഹസ്യം പൂജിച്ചതിനാൽ നിൻ പ്രിയസിദ്ധന്മാരോപ്പം നിൻ സ്നേഹിതനാക്കണമെന്നെ. കർത്താവേ, നിന്നുടെ നിത്യ രാജമതാകും സ്വർഗത്തിൽ ഇപ്പോഴും എപ്പോഴും എന്നേക്കും നിന്നെ ഞാൻ ശുശ്രൂഷിക്കും. നിത്യസ്തുതി കർത്താവിനും വിധി ദിവസം കൃപ നിങ്ങളിലും ന്യായാധിപതിക്കാകൃതയെ പാതകനിലുമുണ്ടാകട്ടെ. കൃപയുള്ളവനാം കർത്താവേ, കൃപയിന്മേലുണ്ടാകണമേ. കൃപയുണ്ടാവുക അടിയനിതാ, എന്മേൽ കൃപയുണ്ടാകണമേ. ഈ കുർബാനയണച്ചുള്ളോ ഈ പാട്ടക്കാരന്മേലും
ഈ ശുശ്രൂഷകർ തന്മേലും ഒരുപോൽ കൃപയുണ്ടാകണമേ. ജനതയ്ക്കശനം നീയേകി ഹാലേ ലോയ ഹാലേ ലോയ വാനവർ യോഗ്യ ഹാരം താൻ ശുഭോലാ ബോല ബറോവൽ റൂഹോ ഖാദീശോ ഉയരെ നിന്നാഴ തിങ്കൽ അവതരിച്ച ജനഗണമാർന്ന ദ്രാദികൾ തീർത്ത സ്വർഗീയ ഹാരമിതല്ലോ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമായ ഈശോയ്ക്ക്
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമായ ഈശോയ്ക്ക് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമായ ഈശോയ്ക്ക് ഒത്തിരി വിശുദ്ധി സ്തോമൻ ഗാലോസ് നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. സ്തുതിയും സ്തോത്രവും മഹിമയും പുകഴ്ചയും മനുഷ്യരകീർത്തിയും എല്ലാ നേരത്തും ഇടപെടാതെ അർപ്പിക്കുവാൻ അടിയങ്ങളെല്ലാവരും യോഗ്യതയുള്ളവരായി തീരണമേ. തൻ്റെ ശരീരം മുറിച്ച് ഞങ്ങളെ തീറ്റുകയും തൻ്റെ രക്തം കലർത്തി ഞങ്ങളെ കുടിപ്പിക്കുകയും തൻ്റെ സ്വർഗരാജ്യത്തിന് ഞങ്ങളെ അവകാശികളാക്കുകയും ചെയ്ത സ്വർഗീയപ്പമായ മിശിഹാ തമ്പുരാനേ, നിനക്ക് സ്തുതി, നിനക്ക് സ്തോത്രം. വിശുദ്ധ കുർബാനയുടെ വാഴ്വ് നടത്തപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും സമയങ്ങളിലും ഞങ്ങളുടെ ആയുസ്സിന്റെ ദിവസങ്ങളിലൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. ഈറന്മാരിൽ നിന്നും മാലാഖമാരിൽ നിന്നും മറഞ്ഞിരിക്കുന്ന പിതാവാം ദൈവമേ, നിന്റെ മുൻപാകെയും തന്റെ സ്നേഹം മൂലം ലോകത്തിന് വെളിപ്പെട്ട നിന്റെ വത്സലപുത്രന്റെ മുൻപാകെയും തന്റെ ആവസിപ്പാലോകത്തെ പുണ്യപ്പെടുത്തിയ നിന്റെ വിശുദ്ധ റൂഹായുടെ മുൻപാകെയും ഈ ആരാധന ഞങ്ങൾ സമർപ്പിക്കുന്നു. ഇത് കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും നിന്റെ ഇടവക മുഴുവൻ്റെയും കുറ്റം മാഞ്ഞു പോകുന്നതിനും വിശ്വാസികളായ സകല മരിച്ചുപോയവരുടെ ആശ്വാസത്തിനും നല്ല അനുസ്മരണയ്ക്കും പര്യാപ്തമായി തീരണമേ. ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും കരേറ്റും ഹോശോ അബുക്കോലശുബാലവൽമീൻ. ജീവാഹാരം ഞാൻ തന്നെ നാഥൻ താൻ ചൊല്ലേ, ഉയരെ നിന്ന ഞാൻ വന്നോരക്ഷി പാലോകം അയച്ചു താതൻ വചനമതാമെന്നെ കർഷകനെ പോൽ ഗബ്രിയേൽ വിതച്ചു. സൽഭൂമറിയാം ഗർഭേ ഞാൻ റൂഹായാൽ ജാതനാം ദൂതന്മാരവർ ചെയ്യുമ്പോ ആചാര്യ കൈകളിൽ ഹല്ലേലൂയ. മുറിയുറാകേൻ മേലനോഹദാറേ, വെടിപ്പുള്ള ആത്മാക്കളുടെ മണവാളനും സന്റെ സുഗന്ധവാസനയാൽ മണവാട്ടിയായ വിശുദ്ധ സഭയ്ക്ക് സ്നേഹത്തെ സമർപ്പിച്ച ഭംഗിയുള്ള പനിനീർ പുഷ്പവുമായ ഞങ്ങളുടെ കർത്താവായ ഈശോ മിശിഹാ, നിന്റെ വിശുദ്ധ ശരീരത്തിന്റെ മാധുര്യത്താൽ ഞങ്ങളെ തൃപ്തിപ്പെടുത്തുകയും ഞങ്ങളുടെ ഹൃദയങ്ങൾ നിന്റെ ദൈവീക സ്നേഹത്താൽ കത്തിച്ചൊലിക്കുവാൻ തക്കവണ്ണം ഇമ്പമുള്ളതും വിസ്മരണീയമാ നിന്റെ തിരുരക്തത്തിന്റെ മാധുര്യത്താൽ ഞങ്ങളെ ലഹരി പിടിപ്പിക്കുകയും ചെയ്യണമേ. ഓശോ അബുക്കോലശുബാലവൽമീൻ. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനാം പുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംസർഗവും സഹവാസവും ഈ ലോകം മുഴുവനിലും മഹാമാരിയുടെ മേലും എല്ലാ പൈശാചിക തിന്മകളുടെ മേലും എന്നും എന്നാളും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ.
എല്ലാവും സ്തുതി പാടും. കവറടഞ്ഞോർദൽ ശരണം നീയേ, ഹൃദർത്തന്നുയേർപ്പും നീ തന്നെ. എല്ലാവർക്കും പുതുവത്സരത്തിൻ്റെ എല്ലാ ആശംസകളും പ്രാർത്ഥനകളും പ്രത്യേകമായി നേരുകയാണ്. ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹങ്ങൾ, കൃപകൾ നമ്മുടെ എല്ലാ കുടുംബങ്ങളുടെ മേലും നമ്മുടെ എല്ലാ വ്യക്തികളുടെ മേലും ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. തീർച്ചയായും 2021 ഏറ്റവും അനുഗ്രഹത്തിൻ്റെ ഒരു വർഷമായി തീരട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ കുടുംബങ്ങൾക്കും പുതുവത്സരത്തിൻ്റെ ആശംസകളും പ്രാർത്ഥനകളും പ്രത്യേകമായി നേരുകയാണ്. നമുക്ക് കൈമുത്തി നാളെ വൈകുന്നേരം 6:30 വിശുദ്ധ കുർബാനയും ആരാധനയുമുണ്ട്. പുതിയ വർഷത്തിൻ്റെ ഏറ്റവും അനുഗ്രഹപ്രദമായി തീരുവാൻ ആ പുതിയ വർഷത്തിലെ വിശുദ്ധ കുർബാനയിൽ സംബന്ധിച്ച് നമുക്ക് നമ്മുടെ ഒരു വർഷം ആരംഭിക്കാം. എല്ലാവർക്കും നല്ല ഒരു ശുഭരാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് കൈമുത്തി നമ്മുടെ ഭവനങ്ങളിലേക്ക് നമുക്ക് പോകാം. ജമാനൻ വാരുമം നേ